ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നതേ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അവധിയാണ്. അപ്പം മുട്ടക്കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. എന്തേ വെളിയിലത്തെ മുളയുടെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഞാനിങ്ങനെ നിൽക്കുക കേട്ടോ. സൂര്യദേവൻ്റെ കുറച്ച് ഇളം വെയിലൊക്കെ കൊണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് അമ്മൂമ്മയ്ക്കുള്ള കഞ്ഞി അടുപ്പത്തോട്ടാക്കി മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ അരി കേട്ടോ. ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം മുട്ടക്കറിക്ക് ഞാൻ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞാലേ നമ്മുടെ ആ മുട്ടക്കറിയുടെ യഥാർത്ഥ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കും കേട്ടോ. കുറച്ച് ഉപ്പിട്ട് വഴറ്റുമ്പോഴുള്ള കാര്യം എന്താ, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയാലേ നന്നായിട്ട് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ. പിന്നെ ഞാൻ മുട്ടക്കറിയും പുട്ടുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പുട്ടും മുട്ടക്കറിയൊക്കെ കഴിക്കാനിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ടക്കറി. അതിൻ്റെ റെസിപ്പീസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ തട്ടിക്കൂട്ട് മുട്ടക്കറി കേട്ടോ. ഈ ലോകത്തിൽ ഇപ്പോൾ എല്ലാവർക്കും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇതിലെന്താ അത്ഭുതമൊന്നും ചോദിക്കല്ലേ. പക്ഷേ ഞാൻ ചില സമയത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഉള്ളി നല്ല വഴണ്ട് വരുന്നതിനനുസരിച്ചായിരിക്കും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.